എല്ലാവരും കൃഷി അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്സ്യൂളായാലും ശരി, അതിന് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡാറ്റ ആയാലും ശരി, ഫ്ലോപ്പി ഡിസ്ക് ആയാലും ശരി, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കിട്ടുന്ന ലൈക്കും ഒക്കെ കഴിച്ചാണ് നമ്മളിപ്പോൾ തൽക്കാലം ജീവിച്ചു പോകുന്നത്. കുറേ കഴിയുമ്പോൾ ലൈക്കും ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ജീവിക്കും എന്നുള്ളതിനെ പറ്റി ഒന്ന് ആലോചിക്കണം. കാലത്തും വൈകുന്നേരം ഒരു 10-40 ലൈക്കും ഉണ്ടേ കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ 1 കിലോ അരി കിട്ടും എന്ന് വിചാരിച്ച് ലൈക്കിന് വേണ്ടി കാലത്ത് മുതൽ വൈകുന്നേരം വരെ കാത്തു കുത്തിയിരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും പാടത്ത് കുത്തി വെച്ചാൽ വൈകുന്നേരം ഉണ്ണാനുള്ള അരിയെങ്കിലും ഉണ്ടാകും. ഈ ലൈക്ക് കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല. ഞാൻ ഇതുവരെ നമുക്ക് ലൈക്ക് കൊണ്ടേ കൊടുത്തിട്ട് ആരും 10 പൈസ തന്നിട്ടില്ല. അതുകൊണ്ട് ആ സമയം കൂടെ എന്തെങ്കിലുമൊക്കെ പാടത്തോ വീട്ടിലോ പറമ്പിലോ ഒക്കെ കുത്തിവെച്ചാൽ അത്യാവശ്യം കറിക്കുള്ള പച്ചക്കറിയെങ്കിലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം. പിന്നെ പുരുഷന്മാർക്ക് പാടത്തെ പണി കഴിയുമോ എന്നൊന്നും വിചാരിക്കേണ്ട. വൈകുന്നേരം പണിയും കഴിഞ്ഞ് വീട്ടിൽ വന്നാലും അത്യാവശ്യം ഇത്തിരി വെള്ളം കോരുകയോ അല്ലെങ്കിൽ വെള്ളം ഇറക്കുകയോ അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് കുത്തി കൊടുക്കുകയോ ഒക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അല്ലാതെ സ്ത്രീകളെ തന്നെ ഏൽപ്പിക്കേണ്ട. സ്ത്രീകൾക്കാണിതൊക്കെ അടുക്കളത്തോട്ടം ചാർജ് എന്നും പറഞ്ഞ് നമ്മൾ പുരുഷന്മാർ മാറി നിൽക്കേണ്ട. പുരുഷന്മാർക്കും ചെയ്യാവുന്ന ജോലികളേ ഉള്ളൂ. ഇപ്പോൾ കണ്ട കർഷകന്മാരും എല്ലാം മേഘാവന്മാരും കൂടുതലും പുരുഷന്മാരും സ്ത്രീകളും ചേർന്നിട്ടുള്ള കൃഷിയാണ് ചെയ്യുന്നത് കുടുംബമായിട്ട്. എനിക്ക് ഈ കർഷകരോട് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം പല ആളുകളും അതിൽ നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഈ ഉപേക്ഷിച്ചിട്ട് കൃഷിയിലേക്ക് പോകുന്നത്. അതൊക്കെ ഒരു വലിയ ധൈര്യം തന്നെ. അങ്ങനെയുള്ള കുറേ ധൈര്യമുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ധൈര്യമില്ലാത്ത മണ്ടന്മാരും എല്ലാം കഴിച്ചു പോകുന്നത്. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ഒരു ചെടി വെച്ചിട്ടുള്ളവരായിരിക്കുമല്ലോ. ഈ ചെടിക്ക് ഒരു ആദ്യത്തെ മുള വരുന്നത്, ആദ്യത്തെ പൂവിടുന്നത് പോലുള്ള സന്തോഷം ലോട്ടറി അടിച്ചാൽ പോലും ഉണ്ടാവില്ല. എനിക്ക് അനുഭവം പറയുന്നു. രാവിലെ എഴുന്നേൽക്കുന്നത് ഈ ചെടിക്ക് പൂവെന്നോ കായവെന്നോ മുള വന്നോ എന്നൊക്കെ നോക്കും. ഈ കർഷകൻ്റെ മനസ്സുണ്ടെങ്കിൽ അത് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ്. നമ്മളീ പറഞ്ഞ പോലെ പ്രസംഗം കേട്ടച്ചും അങ്ങ് പോകും. ഇവരൊക്കെ അത് ശരിക്കും അത് ഫീൽ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളോടൊക്കെ നമുക്ക് അസൂയല്ല, ബഹുമാനമാണ്. തീർച്ചയായിട്ടും ഈ അവാർഡ് ജേതാക്കളോട് എല്ലാവരോടും എനിക്ക് ബഹുമാനമാണ്. എല്ലാവരോടും ഞാൻ ആദരിച്ചു കൊള്ളുന്നു.